പറഞ്ഞ ഈട ഇവിടുന്ന് ആലക്കത്ത് നിന്ന് വീടെടുത്ത് നിന്നിന് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയതിൻ്റെ ഇപ്പൊ ഞാൻ കണ്ടിട്ടേ ഇല്ല മോള. ഇപ്പോൾ 2 മക്കളുണ്ട് ആയിട്ട് അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ കണ്ടു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എൻ്റെ കളിച്ച് വളർന്ന നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് അമ്മമ്മേനെ കാണാൻ വേണ്ടി പോകണമെന്ന് വിചാരിക്കുന്നു. അമ്മമ്മ കുറേ നാൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതിന് ശേഷം പിന്നെ വല്യമ്മേൻ്റെ വീട്ടിലേക്ക്, അമ്മയുടെ ചേച്ചീൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കൽ. അപ്പം എല്ലാ തവണ നമ്മൾ ലീവിന് വന്നാലും അമ്മമ്മേനെ കാണാൻ വേണ്ടി പോകലുണ്ട്. ഇത്തവണ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അച്ചൂട്ടനും അരൂട്ടനും സ്കൂളൊക്കെ വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടപ്പേന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അത് അമ്മമ്മേനെ കാണാൻ വേണ്ടി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നടന്ന് പോവാണ്. ഇപ്പോൾ അമ്മയുടെ ചേച്ചീൻ്റെ വീട്ടിലാണ് അമ്മമ്മ താമസിക്കൽ. അപ്പോൾ അതാ മുന്നിൽ തന്നെ ഒരു വലിയ തോടാണ് കേട്ടോ. വലിയ തോടെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് അലക്കലും അത്യാവശ്യം വേണ്ട കുളിക്കലൊക്കെ ഇവിടുന്ന് നടക്കലുണ്ട്. ഇവിടെയല്ല കേട്ടോ, ഇവിടെ കുറച്ച് ആഴം കുറവാണ്. കുറച്ച് അങ്ങോട്ട് പോയാലും നല്ല ആഴമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആച്ചൂട്ടിനോടും അരൂട്ടനോടും പറയലാണ്, അമ്മ പണ്ട് ചെറുപ്പത്തിൽ തോർത്തൊക്കെ വന്ന് എടുത്തിട്ട് ഇവിടുന്ന് മീൻ പിടിക്കലുണ്ടായിരുന്നു, മീനെ പിടിച്ച് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് കിണറിൽ കൊണ്ടിടലുണ്ടായിരുന്നു എന്നൊക്കെ പറയലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അമ്മമ്മ അവിടെ നിൽക്കുന്നുണ്ട് പുറത്ത് തന്നെ. നമ്മളിതാ വീട്ടിലേക്ക് കയറി വന്നു. അമ്മമ്മക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ രണ്ടാളെയും കണ്ടിട്ട്. കുറച്ച് നാളായി രണ്ടാളെയും കണ്ടിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവരുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മമ്മ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്ന ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുന്ന സമയത്താണ് പിന്നെ അമ്മമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കുറച്ച് നാളായി കേട്ടോ രണ്ടാളും കണ്ടിട്ട്. അതുകൊണ്ടാണ് അച്ചൂട്ടനും അരൂട്ടനും അധികം വലിയ മൈൻഡില്ലാണ്ടിരിക്കുന്നത്. കുറച്ചൊന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എന്താ പറയുക, വർത്താനമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി കാണുകയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് അമ്മമ്മ കുറച്ച് ക്ഷീണിച്ച പോലെ തോന്നി കേട്ടോ. വയസ്സൊക്കെ ആയില്ലേ, അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. മുഖമൊക്കെ കുറേ ചുളിഞ്ഞ് വന്നു. അപ്പോൾ അതാ വലിയമ്മ ചായ വെച്ച് കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാമല്ലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് ഉണ്ടായത്. കുറച്ച് സമയം അമ്മമ്മേനോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സുഖവിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് 2 ദിവസം നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. പക്ഷേ വരുന്നില്ല ആൾക്കെന്ന് വെച്ചാൽ ആളുടെ എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ അടുത്തടുത്തുണ്ട്. അവിടെ പോയിട്ട് ഇരിക്കണം, വർത്താനം പറയണം. ഈ പ്രായമായവർക്കൊരു സുഖം അതൊക്കെയല്ലേ. നമ്മളെ വീട്ടിൽ വന്നാൽ പിന്നെ ആരും സംസാരിക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ മോളെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട് തൊട്ടടുത്ത്, അതായത് അമ്മയുടെ ആങ്ങളേൻ്റെ മോളെ വീടാണിത്. കുറച്ച് നാളേ ആയുള്ളൂ വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അമ്മക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വന്നു. അപ്പോൾ ദാ നമ്മുടെ ബിജുവേട്ടൻ്റെ മോനാണ്, KL ബ്രോ ബിജു ഋത്തിക്കില്ലേ, ഋത്തിക്കൂട്ടനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അയൽവക്കാണ് കേട്ടോ. നമ്മൾ പണ്ടേ ജനിച്ച് വളർന്ന സമയത്തുള്ള എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ്. അത് നമ്മളെ അയൽവക്കക്കാരാണ് കേട്ടോ. നമ്മളെ റിലേറ്റീവ്സിനേക്കാളും കൂടുതൽ ബന്ധം എന്ന് പറയുന്നത് അയൽവക്കത്തിനായിരിക്കും അല്ലേ. നമ്മൾ ഒഴിവ് സമയങ്ങൾ ഇവിടെ വന്നിരിക്കലും പോലും ഒക്കെയാണ്. അപ്പോൾ പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് ഇരിക്കുന്നു. പക്ഷേങ്കിൽ നമുക്കൊന്നും സമയം കിട്ടലില്ല കേട്ടോ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ പറ്റലില്ല. അപ്പം അവിടെ വന്ന് ചേച്ചിയുടെ വീട്ടിൽ വന്ന സമയത്ത് ബിജുവേട്ടൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, എല്ലാം ഭയങ്കര പരാതി കേട്ടോ, എന്താ കാണാൻ പറ്റാഞ്ഞത്, അങ്ങനെ ഇങ്ങനെ ഇവിടെയൊക്കെ വന്നുകൂടായിരുന്നു, ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർക്ക് കാണാനൊന്നും അവസരം ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഇങ്ങോട്ട് വരൽ കുറവല്ലേ. അതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കണ്ടുമുട്ടുന്നത്. എൻ്റെ കല്യാണത്തിന് ശേഷം എന്നെ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പം എൻ്റെ മക്കളെയൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അയൽവക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ബിജോൺ അവിടെ ഉണ്ടായിരുന്നില്ല, എന്തോ ആവശ്യത്തിന് കണ്ണൂരോ മറ്റോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കവീച്ചിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വീഡിയോസിലൊക്കെ ഒരുപാട് കാണലുണ്ട്, പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സമയം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. ഒരുപാട് സന്തോഷമായി കേട്ടോ. കുറേ നാളുകളായി ഇവരെ കാണണം, കാരണം എന്ന് വെച്ചാൽ കവീച്ചിനൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇപ്പോൾ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ബിജോണിൻ്റെ അമ്മ കുറച്ച് പായസമൊക്കെ വെച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കവീച്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വന്നതുകൊണ്ട് നിങ്ങളും കൂടി കഴിച്ചു തന്നിട്ട് നമ്മളത് ആ പായസം കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ കവീച്ചിനോടൊക്കെ സംസാരിച്ച് കുറച്ച് സമയം ഇരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ കുറേ സമയം വർത്താനം പറഞ്ഞിരിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെയും കുറേ അയൽവക്കം ഉണ്ട് കേട്ടോ നമ്മളെ വീടിനടുത്ത്. നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരുടെ അടുത്തും കയറാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ രാത്രിയാകുന്നതിനിടക്ക് അവിടെ നിന്ന് ടാറ്റാ ബായ് പറഞ്ഞു പോറങ്ങി കേട്ടോ.